ഇപ്പൊ നല്ലൊരു കുടുംബം ഉണ്ടാകണമെങ്കിൽ അടിത്തറ ഗംഭീരമാകണം. ഞാൻ നിങ്ങളോട് പറയുന്നു, സാധാരണ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടവരാണ് കർണാടകക്കാർ. ഈ മംഗലാപുരം ഈ വേദിയിൽ തന്നെ അനേക തവണ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ചില അടിസ്ഥാന കാര്യങ്ങൾ, പലരും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പടച്ചോനെ, ഇങ്ങനെയൊന്നും വിവാഹം കഴിച്ചില്ലല്ലോ, ഇങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന കുറ്റബോധമുള്ളവരോട് അവർക്ക് ചെയ്യാനുള്ള ഏക മാർഗം അവരുടെ മക്കളെയെങ്കിലും അത് പഠിപ്പിക്കുക എന്നതും ഇനിയുള്ള ജീവിതത്തിൽ പലതും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക എന്നതുമാണ് അവരുടെ മുമ്പിലുള്ള ഏകമാർഗം. അതിനൊന്നാമതായി ഇസ്ലാമിലെ വിവാഹം എന്താണ് വിവാഹം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? ലൈംഗികമായ സുഖം തീർക്കൽ മാത്രമാണോ? ആണോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതെ, നിങ്ങൾ നോക്കൂ, ഒരു നല്ല രാഷ്ട്രം ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല പൗരനുണ്ടാകണം. ഒരു നല്ല കോളേജ് ഉണ്ടാകണമെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ നന്നാകണം, അധ്യാപകർ നന്നാകണം, പഠിക്കുന്ന വിദ്യാർത്ഥികൾ നന്നാവണം, എല്ലാം നന്നായി തീരണം. അതിന് ഏതൊരു കുട്ടിയും വീട്ടിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് പല ആളുകളും നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ്, തീവ്രവാദികളാണ്, കഞ്ചാവിനടിമകളാണ്, മദ്യത്തിനടിമകളാണ്, കൊട്ടേഷൻ പാർട്ടികളാണ്, പിടിച്ചുപറിക്കാരാണ്, ആളുകളെ കൊല്ലുന്നവരാണ്, കടാര ഏന്തുന്നവരാണ്, എല്ലാമാണ്. പക്ഷേ ഈ ആളുകൾ, ഈ മദ്യപാനി, ഈ കൊട്ടേഷൻ പാർട്ടി, ഈ യുക്തിവാദി, ഈ തീവ്രവാദി ഒരു കാലത്ത് ആരായിരുന്നു? ഉമ്മാന്റെ ഗർഭപാത്രത്തിലെ കുഞ്ഞായിരുന്നു, അല്ലേ? വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഒന്നും അറിയാത്തവനായിട്ട്, കഞ്ചാവ് എന്താണെന്നറിയില്ല, മദ്യം എന്താണെന്നറിയില്ല, ജീവിതം എന്താണെന്നറിയില്ല, എങ്ങോട്ടാ പോണ്ടതെന്നറിയില്ല, ഒന്നും അറിയാത്ത ഒരു കാലത്ത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തു വന്നു. 16-ാം അധ്യായം സൂറത്ത് നഹ്ൽ 78-ാമത്തെ വചനമാണ്. അപ്പൊ ഒന്നും അറിയാത്തവനായി ഈ ഭൂമിയിൽ വന്നു, താരാട്ടുപാട്ടുകൾ കേട്ടു, അമ്മിഞ്ഞ പാല് നുകർന്നു, അത് കുഞ്ഞായി വളർന്നു. എന്നിട്ട് ബാല്യവും ശൈശവവും ബാല്യവും യൗവനവും എല്ലാം പിന്നീട് മനുഷ്യരെന്തോ കേടുവന്നു പോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഇത് പലരും പരിശോധിക്കാറില്ല. മിക്ക രക്ഷിതാക്കളും പറയുന്നത്, എന്റെ ഭാഗത്തൊരു തെറ്റില്ല ഉസ്താദേ, ഞാൻ എന്റെ മോനെ നന്നായി നോക്കിയിട്ടുണ്ട്, ഞാൻ എന്റെ ഭാര്യയെ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നിട്ടും അവൾ